ഹായ് ഗൈസ്. അപ്പോ എല്ലാ കൂട്ടുകാർക്കും എൻലെസ് ജേണി ബൈ ദീപുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു എക്സൈറ്റിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ഇത് എനിക്ക് നല്ല എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. കാരണം നമ്മുടെ റെയിൽവേയുടെ പാലം പണിയെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തുമാത്രം ഫാസ്റ്റായിട്ടാണ് പണി നടക്കുന്നതെന്ന് അറിയാമോ? അത് മാത്രമല്ല, ഈ നമ്മൾ ചിന്തിക്കുന്ന ലെവലിനും അപ്പുറമാണ് ഇവരുടെ പണി എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മൾ കണ്ടെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചത് ഈ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇന്ന ഉപയോഗത്തിനാണ് എന്നുള്ള ഒരു പ്രതീക്ഷ കാണുമല്ലോ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല അവരുടെ പരിപാടികൾ. ഞാൻ പ്രതീക്ഷിച്ചത് അവിടെ കൊണ്ടുവന്ന് കമ്പി, അതുപോലെ തന്നെ പില്ലറൊക്കെ ഇറക്കി അതിലിങ്ങനെ സ്ക്വയറിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വേറെന്തൊക്കെയോ ലെവലിലാണ് പണി നടക്കുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിലൊന്നും അല്ല അവരുടെ പണി നടക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് പാലവും പണിഞ്ഞിരിക്കുന്ന രണ്ട് രീതിയിലാണ്. അതായത് ഓരോ സ്ഥലത്തെയും ആ ഒരു സ്ഥലത്തിന്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് അവർ ആ പാലം പണി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം നേരെ നമുക്കത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടെങ്കിലേ അത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്ത് അടിച്ചു പൊളിക്കണം. ഓക്കെ, ചെന്റമോ. അങ്ങനെ നമ്മള് പാലം പണിയുന്ന സ്ഥലത്തെത്തി. കണ്ടോ, ഇതിനകത്ത് നേരത്തെ പില്ലർ അടിച്ച് കെട്ടിയിരുന്ന ആ ഒരു സംഗതിക്കകത്ത് കോൺക്രീറ്റിന്റെ ബീമുകൾ രണ്ട് സൈഡിലും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇത് കണ്ടില്ലേ എൻ്റെ അമ്മോ, എന്തുമാത്രം എക്യുപ്മെന്റ്സ് ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? പണിക്ക് വേണ്ടിയിട്ടേ. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അന്തം വിട്ടു. അതുകൊണ്ടില്ലേ, ഇത് 6, അതായത് 6 പില്ലറുകളാണ് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ അടിച്ചത്. ആ 6 പില്ലറുകളെയും യോജിപ്പിച്ചുകൊണ്ട് ക്രോസായിട്ട് നമ്മൾ കണ്ട ആ സിമന്റ് കട്ട ഇറക്കി വെച്ച് അതിന് മുകളില് ഇരുമ്പിന്റെ ഒരു വലിയൊരു തൂണ് കണ്ടില്ലേ വെച്ചിരിക്കുക. ഇതെന്തൊക്കെയാണ് പണി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കണ്ടില്ലേ, ഒരു സൈഡില് ആ 2 പില്ലറിന്റെ മുകളിലായിട്ട് ആ സിമന്റ് കട്ട വെച്ചിട്ട് അതിന് മുകളിലാണ് ഈ ഇരുമ്പിന്റെ തൂണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ അടിവശം ചെറുതായിട്ട് കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ സെന്റർ പോർഷനിൽ ചെറുതായിട്ട് കുഴി എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇടയ്ക്കൊന്ന് കാണിച്ചില്ലായിരുന്നോ സിമന്റ് ബ്ലോക്ക് കൊണ്ടൊന്ന് ക്രെയിനിൽ ഇറക്കി വെക്കുന്നത്? അതേപോലെ തന്നെ ഇത് ക്രെയിനിലായി ഈ സാധനം ഇതിനകത്ത് എടുത്തു വെച്ചതും. പക്ഷെ അത് എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ടാ ഇതാണ് ഇത്രയും മണ്ണ് ഇവിടെ ഇനി എടുക്കും. അയ്യോ, മൊത്തം ചെളി പിടിച്ച് കിടക്കുക കേട്ടോ. എനിക്കിത് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല സ്ലിപ്പായി കിടക്കുകയാണ്. വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെറ്റി വീഴുകയും ചെയ്യും. എൻ്റെ അമ്മോ, അത് പറയണ്ട. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ശരിക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യമാണ്. ഒരു നിവർത്തിയില്ല ഇതുവഴി പോകാനായിട്ട്. ഭയങ്കര പാടാണ്, മൊത്തം ചെളി പിടിച്ച് കിടക്കുക. നമ്മൾ പിന്നെ ഈ കാൽനടയായിട്ട് പോകുമ്പോൾ ഇതുവഴിയൊക്കെ എങ്ങനെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷെ സ്കൂട്ടറിലും ഒന്നും ഇതുവഴി പോകാനേ പറ്റത്തില്ല. അത് തന്നെയല്ല, ഇത് ശരിക്കും സ്കൂട്ടറിൽ പോകുന്നത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതുവഴി പോയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോൺട്രാക്ടർമാർക്ക് അത് വലിയ വിഷയമാണ്. ഞാൻ ഇത് ശരിക്കും പറഞ്ഞ പതുക്കെ ഈ പാലത്തെ കൂടെ നടന്ന് അപ്പുറത്തെ പണിയും കൂടെ ഒന്ന് കാണാമെന്ന് വെച്ചോണ്ടായി ഈ ഇറങ്ങിയത്. പക്ഷെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയത്. കാരണം ഇത് പാലത്തിലും നിറച്ച് മണ്ണാ കേട്ടോ. ചെളി പിടിച്ച് ആളി പുളിയായിട്ട് കിടക്കുക. കണ്ട, ഇതുപോലെ തന്നെ ഇനി ഒരു ട്രാക്ക് കൂടി ഇപ്പുറത്തെ സൈഡിൽ വരും. അപ്പൊ അത്രത്തോളം മണ്ണ് ഈ സൈഡിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല വീതിക്ക ഇത് പാളം, അടിയിലത്തെ പാളം വരുന്നത്. ഈ പാലത്തിനും അതുപോലെ തന്നെ വീതി കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. ഞാനേ ഇപ്പം ഇതിനിടയ്ക്കൂടെ നേമം റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്ന് സ്റ്റേഷൻ അത്രയും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഭാഗത്ത് ഒക്കെ എനിക്ക് തോന്നുന്നു പാളം കൂടുതൽ വരും. 2 അല്ല എന്ന് പറഞ്ഞാൽ സ്റ്റേഷനോട് അടുക്കും തോറും 6-7 പാളങ്ങൾ അവിടെ വരും. കാരണം ഇത് ശരിക്കും മെയിൻ സ്റ്റേഷനായിട്ട് മാറുകയാണ് ഈ നേമം സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ട്രെയിനുകൾ വന്ന് നിർത്തിയിടാനും ഒക്കെയുള്ള സൗകര്യം വേണമല്ലോ. കണ്ടില്ലേ, ഇവിടെയാണ്
ഇപ്പുറത്തെ സൈഡിലെ പണി നടക്കുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ചപ്പം വേറൊരിടത്തായിരുന്നു ഇത് കുഴിച്ചുകൊണ്ടിരുന്നത്, ടൈലിങ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താണ്ട് ഈ അടുത്ത വേറൊരു കുഴിയായി. എനിക്ക് തോന്നുന്നു അവിടുത്തെ കൂട്ട് തന്നെ പിന്നെ 6 പില്ലർ ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ ഇത് വേറൊരു കാര്യമുള്ളത്, ഈ പാലത്തിൻ്റെ സ്ട്രക്ചർ ശക്കലം ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പഴയ പാലത്തിനേക്കാൾ അപേക്ഷിച്ച് ചെറിയൊരു തിരിവ് വന്നിട്ടുണ്ട്. ഇവിടെ എന്തോ ഏതാണ്ട് ഇത്, എൻ്റെ അമ്മോ, എന്തോ വലിയ കമ്പികളല്ലേ. അവരാ കമ്പിയിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു. ശരിയാണ്, ഈ കുഴിക്കകത്തോട്ട് ഈ കമ്പി ഇങ്ങനെ കെട്ടിയിട്ട് അത് റൗണ്ടിൽ ഇറക്കി അങ്ങിടും. ഇവിടൊക്കെ അങ്ങനെ ഇറക്കിയിട്ടതാണെന്ന് തോന്നുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ഈ വെള്ളം ഇവിടുത്തേത് അടിച്ച് കളയാനാ റൗണ്ടിൽ. അതുകൊണ്ട് അപ്പുറത്ത് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഈ കമ്പി കണ്ടോ, ഇതുപോലെ കെട്ടിക്കൊണ്ടിരിക്കുക അപ്പുറത്തെ സൈഡിൽ കണ്ടോ. കമ്പി റൗണ്ടിലാക്കി കെട്ടിക്കൊണ്ടിരിക്കുക. ഇത് കെട്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് ക്രെയിൻ ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതങ്ങ് ആ കുഴിക്കകത്തോട്ടങ്ങ് താക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ അത്രയും വലിപ്പത്തിലെ ഈ കമ്പി പിന്നെ നീളത്തിൽ കെട്ടിയിട്ട് അത്രയും കുഴി താപ്പോട്ടെടുത്ത് ആ കുഴിക്കകത്തോട്ടാണ് ഇത് ഇറക്കി വെക്കുന്നത്. നല്ല സ്ട്രെങ്തിലാണ് പണിയുന്നത് കേട്ടോ. പണിയൊക്കെ നല്ല പൊളിയാ. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. അയ്യോ, ചെളിയെന്നും പറഞ്ഞപ്പോൾ മൊത്തം ചെളി പിടിച്ച് കിടക്കുക. റോഡിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ. ഈശ്വര, നടവഴി ഇട്ടിട്ടുണ്ട് അവര്. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ചാറ്റമഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനിയിപ്പം നമുക്ക് എന്തായാലും ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കാം. നേരത്തെ വന്നാൽ അപ്പുറത്തെ സൈഡിൽ കൊടുക്കില്ല. ഞാൻ ഒരു കാര്യം ഇവിടെ കണ്ടോ, റോഡ് ക്ലോസ്ഡ്, വർക്ക് ഇൻ പ്രോഗ്രസ്. ഞാൻ ഒരു കാര്യം നോക്കട്ടെ, ഇതുവഴി നടന്നു ചെന്നാൽ ചിലപ്പം റെയിൽവേ സ്റ്റേഷൻ കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരിക്കും. കുഴാന്നിരിക്കുക കേട്ടോ. എൻ്റെ ചെരുപ്പൊക്കെ വെയിറ്റ് കൂടി ചെരുപ്പിൻ്റെ. ഞാൻ പൊക്കിയെടുത്തോണ്ടാ നടക്കുന്നത്. എൻ്റെ അമ്മോ, ഒന്നും പറയണ്ട, പെടാപ്പാട് വിടും കേട്ടോ ഇതുവഴിയുള്ള കാൽനട യാത്ര. കാൽനടയെ പറ്റുള്ളൂ, വേറൊന്നും നടക്കത്തില്ല. പിന്നെ ഇതുവഴി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇതുവഴി ഒന്ന് പോയി നോക്കാം. ഇവിടുന്നൊക്കെ ഇഷ്ടംപോലെ വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്നൊക്കെ വീടുകളൊക്കെ ഒഴിപ്പിച്ചു, സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്ത്. പിന്നെ ഇപ്പം ഇതൊക്കെ മിക്കവാറും മണ്ണെടുക്കും. അത് ഈ പാലം പണി കഴിഞ്ഞാൽ ഇവിടുത്തെയൊക്കെ മണ്ണെടുക്കത്തുള്ളായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇരുത്തും. അതുകൊണ്ടാണ് കണ്ടില്ലേ. അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രാവച്ചമ്പലത്തിന് വേണമെങ്കിൽ ഇതുവഴി നടന്നങ്ങ് പോവാം. വണ്ടിയെപ്പാൻ പറ്റത്തില്ല, നടന്നു പോവാം. അപ്പുറത്തെ ഇതേപോലെ തന്നെ 2 സൈഡിലും, അതായത് നമ്മുടെ സ്റ്റുഡിയോ റോഡിലും പണി നടക്കുന്നുണ്ട്, പ്രാവച്ചമ്പലത്തും പണി നടക്കുന്നുണ്ട്. ഞാൻ ഈ തിട്ടയിലോട്ട് കയറി നിന്നിട്ട് ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കിട്ടുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈശ്വര, ഇവിടെ നിന്നാ റെയിൽവേ സ്റ്റേഷൻ കിട്ടും. അയ്യോ, പക്ഷെ ഒരു കുഴപ്പമുള്ളത് നല്ല ആഴമാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മണ്ണ് കണ്ടോ ഇടിഞ്ഞു കിടക്കുന്നേ. അതുകൊണ്ട് ഏകദേശം ഇത്രയും വീതിയിലേ കണ്ടോ. ഈ മണ്ണ് ഇത്ര ഇനി എടുക്കാനുള്ളതാണ് ഇവിടുന്ന്. കണ്ടോ, ഈ സൈഡിൽ കൂടെയാണ് പാളം വരുന്നത്. അങ്ങനെ ഇവിടെ നിന്നാൽ കിട്ടും കേട്ടോ നേമം റെയിൽവേ സ്റ്റേഷൻ. നല്ല മൂടൽമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക പ്രകൃതി ഭംഗി കേട്ടോ. നല്ല രസമുണ്ട്. റെയിൽവേ ട്രാക്കൊക്കെ പോന്നിരിക്കുന്ന കണ്ടില്ലയോ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു സീനറി പോലെ കേട്ടോ. സത്യം നല്ല ഭംഗിയുണ്ട്. അയ്യോ, അപ്പോൾ ഇതാണ് നേമം റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ ക്രെയിനും അതേപോലെ മറ്റേ അവിടെ ഉള്ള ജനറേറ്റർ അതാണ്ട് ലോറിയിലിരിക്കുന്നത്. ഇത് ക്രെയിന് അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. അന്ന് അടുക്കി വെച്ച ബ്ലോക്കുകളാണ് കണ്ടോ, ഈ സിമെന്റ് ബ്ലോക്കുകളെ. എത്ര എണ്ണം വന്നു നോക്കിയേ. ഈ കുഴിക്കകത്തിന് എത്ര എണ്ണം ഇറക്കുമായിരിക്കും ഇല്ലയോ. ഇതെല്ലാം ഈ കുഴിക്കകത്ത് ഇറക്കുക. എനിക്കൊന്ന് ഇതുകൊണ്ട് തികയുമോ? ഇവർക്ക് പിന്നെ ഈ എഞ്ചിനീയർമാർക്കൊക്കെ കറക്റ്റ് ഒരു കാൽക്കുലേഷൻ കാണും. അത് ഇവരെത്രയോ പണി നടത്തുന്നതാ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് റൗണ്ടിൽ എന്താണ് ഇരുമ്പ് കൊണ്ട് റൗണ്ടിൽ എന്തൊക്കെയോ ഇറക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതുകൂടെ നോക്കിയിട്ട് വരാം എന്തോ സംഭവം എന്നുള്ളതെന്ന് അറിയാമല്ലോ. അയ്യോ,
എൻ്റെ അമ്മ ഇതുവഴി നടക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ പാട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വണ്ടിയെ പോകുന്ന വഴിയാ. ഈ വണ്ടിയൊക്കെ മൊത്തം ചെളി അടിച്ച് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി എന്തായാലും പണി കഴിഞ്ഞതിന് ശേഷം വണ്ടിയൊക്കെ കഴുകുന്നുള്ള തീരുമാനിച്ച്. ഇത് കണ്ടോ, ഇരുമ്പ് കൊണ്ടുള്ള റിങ് ആണ് കേട്ടോ. ഇതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓ, ഇതാ ഈ റിങ് ഒക്കെ ഇവിടെ വെച്ചുണ്ടാക്കിയതാ കേട്ടോ. അടിപൊളി. ആ റിങ് ഉണ്ടാക്കുന്ന മെഷീനാ ഇത്. അടിപൊളി. ഇരുമ്പിന്റെ ആ കുഴല് ദാണ്ട് ഇതിലിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി, സൂപ്പർ. ഞാനേ ഇത് കുറെ നാളായിട്ട് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നു, ഇപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. അതേലിട്ട് റെഡിയാക്കിയ റിങ്ങുകൾ അതാണ്ട് ഈ കിടക്കുന്ന മൊത്തം ഇരുമ്പ് പൈപ്പുകൾ. അടിപൊളി. അയ്യ, സംഭവം ഇപ്പോഴായി എനിക്ക് മനസ്സിലായ കണ്ടോ. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ഇതിലിട്ട് റൗണ്ട് ചെയ്ത് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ സൈഡ് വെൽഡ് ചെയ്യായിരിക്കും. അങ്ങനെ ആയിരിക്കും പണി. ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഇട്ട് വെൽഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആഹാ, ഇപ്പൊ ഇങ്ങനെ നടന്നൊക്കെ വന്ന് കണ്ടപ്പോഴാ ഇതിന്റെ ഒരു മൊത്തത്തിലൊരു സ്ട്രക്ചർ മനസ്സിലായി. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. എന്തായാലും ഇതിന്റെ അപ്ഡേഷൻ ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, എങ്കിലേ ഈ പണി എന്തോന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ല ഇവരുടെ പണി. അതാണ്ട് അവിടെ ഒരു JCB അല്ലേ ഇതിന്, ഹിറ്റാച്ചി എന്നാ പറയുന്നതെന്ന് തോന്നുന്നു. അയ്യോ, എന്നെ കണ്ടോണ്ട് താണ്ട ആന തുമ്പിക്കൈയൊക്കെ ഉയർത്തുന്ന പോലെ എന്നെ കണ്ടോണ്ട് അനുഗ്രഹിക്കാൻ എടുത്ത് വെച്ചായിരിക്കും. താണ്ട മടക്കി. എന്തോ പരിപാടി? ആണ്ട തിരിഞ്ഞു. പിണങ്ങിയാന്നോ? ഹിറ്റാച്ചി കുട്ടൻ എന്നോട് പിണങ്ങിയെന്ന് തോന്നുന്നു. താണ്ട സ്ഥലം വിട്ട്. അയ്യോ, വർക്കിന് കൊണ്ടുപോകായിരിക്കും. അപ്പുറത്തിനെയും മണ്ണെടുക്കാനോ വല്ലതും കാണും, അതിനു വേണ്ടിയിട്ട് കൊണ്ടുപോവാം. അയ്യോ, എന്തായാലും കൊള്ളാമല്ലേ പരിപാടികളെ. ഈ സത്യം പറയാൻ നമ്മളെ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ പണികളൊക്കെ കാണുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതെന്നല്ല, ഇനിയിപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലായിരിക്കും നമുക്കൊന്ന് കാണാൻ പറ്റുന്നേ, ഇല്ലേ? ഇനി അടുത്ത വികസനം എന്നൊക്കെ പറയുന്നത് ഏത് കാലത്ത് നടക്കാനാ? അപ്പോൾ ഇപ്പം കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഇത് കണ്ട് ആസ്വദിക്കുക, എല്ലാം വീഡിയോയിൽ പകർത്തിയിടുക. അതൊക്കെ എൻ്റെ ലക്ഷ്യം. അയ്യോ, കൊള്ളാം, എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് പാലത്തിൻ്റെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഒരുപക്ഷെ വീഡിയോയിൽ കൂടെ ഒക്കെ കാണുന്ന സമയത്ത് ഒരു ആവർത്തന വിരസതയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഈ പ്രദേശവാസികളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും വലിയ വർക്കൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഇത്രയും വലിയൊരു വർക്കൊക്കെ നമ്മുടെ അടുത്ത് നടക്കുമ്പോഴേ ഒരു ഭയങ്കര സംഭവം കേട്ടോ. ഞാനിത് ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓരോ പടിപടിയായിട്ടുള്ള ഘട്ടങ്ങളും മനസ്സിലാക്കിയൊക്കെ പോകുമ്പോഴാണ് നമ്മളിതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ശരിക്കും നമ്മുടെ പ്രദേശവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ യാത്രയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ കുടിവെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഇങ്ങോട്ടുണ്ട്. ചില സമയങ്ങളിൽ ഈ പൈപ്പ് ലൈനൊക്കെ പൊട്ടിപ്പോവും. നമുക്കിപ്പോൾ കിണറുള്ളത് കൊണ്ട് അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കിണറുണ്ട്, ഞാനും പൈപ്പ് ലൈൻ എടുത്തിട്ടുണ്ട്. പല സമയങ്ങളിലും പൈപ്പ് ലൈനിൽ വെള്ളം കാണത്തില്ല. അത് പൈപ്പ് ലൈനിൽ വെള്ളം കാണാത്ത ആരുടെയും കുറ്റം കൊണ്ടല്ല, ചിലപ്പോൾ ഇത് കുഴിക്കുന്നതൊക്കെ സമയത്ത് അറിയാതെ പൈപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, പൈപ്പ് ലൈനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ താഴോട്ടുള്ളവരൊക്കെ കുട്ടികളുടെ കാര്യങ്ങളായാലും ബാക്കി പിന്നെ എന്താ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയാലും പൈപ്പ് ലൈനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ കുടിവെള്ളത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല, യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശവാസികളൊക്കെ ഈ പറയുന്ന സാഹചര്യങ്ങളുമായിട്ടെല്ലാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇണങ്ങി നിൽക്കുക. കാരണം ഈ വർക്ക് എത്രയും പെട്ടെന്ന് തീരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം അത്ര ഫാസ്റ്റായിട്ടാണ് എൻ്റെ വർക്ക് നടക്കുന്നത്. കണ്ടില്ലേ, ഞാൻ വന്ന് ചെന്ന് കാണിച്ചപ്പോൾ കണ്ടില്ലേ. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ ഒരു കണ്ടന്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.